ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 58 ഒരു മരുന്ന് പറഞ്ഞു തരാം ഇവിടെ ആരംഭിക്കുന്നു. ഒരിക്കൽ വിളയത്ത് കൃഷ്ണനാശാനും അദ്ദേഹത്തിൻ്റെ ബന്ധുവായിരുന്ന മംഗലശ്ശേരി ഗോവിന്ദനാശാനും കൂടി വ്യവഹാര സംബന്ധമായ ഒരു കാര്യത്തിനായി മലമ്പ്രദേശമായ ദേവികുളത്ത് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ അതിശൈത്യം സഹിക്കുവാൻ ഇരുവർക്കും പ്രയാസമായിരുന്നു. എങ്കിലും പോയ കാര്യത്തിൻ്റെ സാധ്യത്തിനായി കുറച്ചു നാളുകൾ അവർക്കവിടെ താമസിക്കേണ്ടതായി വന്നു. അതിനിടെ രണ്ടുപേർക്കും പനി പിടിച്ചു. പിന്നെ അവിടെ നിന്നില്ല. ഇരുവരും നാട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തി കുറച്ച് ദിവസമായപ്പോഴേക്കും മലമ്പനി ബാധിച്ച് ഇരുവരും ഒരേ ദിവസം തന്നെ കിടപ്പിലായി. 6 മാസത്തെ ചികിത്സക്കൊടുവിൽ മലമ്പനി ഒരുവിധം ഭേദപ്പെട്ടു വന്നു. എങ്കിലും കൃഷ്ണനാശാന് വീണ്ടും ഇടയ്ക്കിടെ പനി വന്നുകൊണ്ടിരുന്നു. അതോടുകൂടി വലതുകാലിൽ നീര് വന്ന് വീങ്ങുകയും ചെയ്തു. പല ചികിത്സകളും മാറി മാറി ചെയ്തു നോക്കി. എന്നിട്ടും പൂർണ്ണമായും രോഗം വിട്ടുമാറിയില്ല. എന്ന് മാത്രമല്ല, വലതുകാൽ മന്തുരോഗം ബാധിച്ചതുപോലെ സ്ഥിരമായി വീങ്ങി നിൽക്കുകയും ചെയ്തു. അതോടെ നടക്കുവാനും ആശാന് വളരെ പ്രയാസമായി. ഒരു ദിവസം കൃഷ്ണനാശാൻ കൊല്ലം തൃക്കരുവായിൽ കൂടി പ്രയാസപ്പെട്ട് നടന്നു പോകുന്നതിനിടയിൽ ഗുരുദേവൻ എതിരെ വരുന്നത് കണ്ടു. പല കാരണങ്ങളാലും കുറച്ചു കാലമായി ഗുരുദേവനെ ദർശിക്കുവാൻ ശിവഗിരിയിലേക്ക് പോകാതിരുന്നതിനാൽ ആശാൻ വളരെ കുണ്ഠിതപ്പെട്ടു. അടുത്തെത്തിയ ഗുരുദേവനെ നമസ്കരിച്ച ശേഷം ആശാൻ വളരെ പ്രയാസപ്പെട്ട് നിവർന്നു. ആശാന്റെ വലതുകാൽ വീങ്ങിയിരിക്കുന്നത് കണ്ടിട്ട് ഗുരുദേവൻ വാത്സല്യത്തോടെ ചോദിച്ചു, "എന്താ, നിന്റെ കാലിൽ നീരുണ്ടല്ലോ, മന്തുകാലായി കാണുന്നല്ലോ." കൃഷ്ണനാശാൻ ദേവികുളത്ത് പോയത് മുതലുള്ള കാര്യങ്ങൾ അപ്പോൾ ചുരുക്കി പറഞ്ഞു. എല്ലാം കേട്ടിട്ട് ഗുരുദേവൻ സഹജമായ കാരുണ്യത്തോടെ പറഞ്ഞു, "ഒരു മരുന്ന് പറഞ്ഞു തരാം. കുറിക്കാൻ ഒന്നുമില്ലല്ലോ. നിനക്കും സ്വല്പം വൈദ്യശാസ്ത്രം അറിയാമല്ലോ. ഒരു പാദത്തിന് 8 അക്ഷരം മാത്രമുള്ള ഒരു ശ്ലോകം ഒരിക്കൽ കേട്ടാൽ പഠിച്ചുകൂടെയോ?" ആശാൻ, "ശ്രമിക്കാം." ഗുരുദേവൻ ശ്ലോകം ചൊല്ലാം, പഠിച്ചുകൊള്ളണം. ഭജാഹരീതകീലാക്ഷ കടുരോഹിണി ചന്ദനൈ നിർഗുണ്ടീശ്വരസേ സിദ്ധം തൈലം ഹന്ത്യഭജിം ക്ഷണാൽ. മനസ്സിലായോ? കൃഷ്ണനാശാൻ മൗനം അവലംബിച്ച് നിന്നു. അപ്പോൾ, "എന്നാൽ ഒരിക്കൽ കൂടി കേട്ടുകൊള്ളണം" എന്ന് പറഞ്ഞിട്ട് ഗുരുദേവൻ വീണ്ടും ആ ശ്ലോകം ചൊല്ലി. എന്നിട്ട് കേട്ടത് തിരിച്ചു ചൊല്ലി കേൾപ്പിക്കാൻ ഗുരുദേവൻ കൽപ്പിച്ചു. ആശാൻ അത് പ്രകാരം കേട്ട ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു. ഗുരുദേവൻ, "മറന്നു പോകാതെ ഉരുവിട്ടുകൊണ്ട് പോകണം. ഈ എണ്ണ കാച്ചി ഖരഭാഗത്തിൽ അരിച്ച് പുറമേയും മെഴുകുഭാഗത്തിൽ അരിച്ച് ഉള്ളിലും ഉപയോഗിച്ചാൽ പനിയും നീരും വിട്ടുമാറും." നടന്നു നീങ്ങിയ ഗുരുദേവനെ കണ്ണിൽ നിന്ന് മറയുന്നതുവരെ ആശാൻ നോക്കി നിന്നു. വാത്സല്യവും കാരുണ്യവും ഇത്രമേൽ ഒന്നിച്ച മറ്റൊരു മനുഷ്യരൂപമില്ലെന്നോർത്തപ്പോൾ ആശാന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. വീട്ടിലെത്തിയ ശേഷം ഗുരുദേവൻ അരുളിയ പ്രകാരം ആ മരുന്നുണ്ടാക്കി ആശാൻ അത് പുറമേ പുരട്ടുകയും അകമേ സേവിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസമായപ്പോൾ തന്നെ പനി പൂർണ്ണമായും വിട്ടുമാറി. അതേ തുടർന്ന് നീര് നിശേഷം നീങ്ങി കാൽ പൂർവസ്ഥിതിയിലാവുകയും ചെയ്തു. ശരണമാകണേ 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 പരമസദ്ഗുരോ. രോഗദുരിതങ്ങൾ നീക്കി ഞങ്ങളെ എന്നും അവിടുന്ന് രക്ഷിച്ചിടണേ. ശരണമാകണേ 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 പരമസദ്ഗുരോ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 58 ഒരു മരുന്ന് പറഞ്ഞു തരാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.